നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊടിസുനി പരോളിൽ പുറത്തിറങ്ങിയത് പി ജയരാജന്റെ കൊട്ടേഷൻ വല്ലതും ഏറ്റെടുത്തുകൊണ്ടാണോ? അല്ല, കൊടിസുനിക്ക് വേണ്ടിയുള്ള ജയരാജന്റെ രോദനം കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുകയാണ്. കൊടിസുനിക്ക് എന്താണ് പരോൾ കിട്ടിയാൽ മാനുഷിക പരിഗണന കൊടിസുനിക്ക് വേണ്ടേ? ഈ ചോദ്യങ്ങളൊക്കെയാണ് പി ജയരാജൻ ഉയർത്തുന്നത്. ആർക്കാണ് മാനുഷിക പരിഗണന വേണ്ടത്? ഒരു മനുഷ്യനെ 51 വെട്ടി കൊലപ്പെടുത്തിയ, അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനലിന്റെ കാര്യമാണ് ഈ പി ജയരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, പി ജയരാജന്റെ വല്ല കൊട്ടേഷൻ ആണോ ഇനി സുനി പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നിൽ ഉള്ളത് എന്ന് ചോദിക്കാതെ നിവൃത്തിയില്ല. എന്തായാലും മനു തോമസ് ഒക്കെ ഒന്ന് കരുതിയിരിക്കുക. കാരണം പി ജയരാജനും മകനുമെതിരെയൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ച മനു തോമസിനെ കേരളം മറന്നു കാണില്ലല്ലോ. CPM പുറത്താക്കിയ മനു തോമസ് സ്വർണം പൊട്ടിക്കൽ കേസിൽ അത് പി ജയരാജന്റെയും മകന്റെയും ഒക്കെ അറിവോടെയാണെന്ന് മനു തോമസ് മുൻപ് വലിയൊരു വെടി പൊട്ടിച്ചിരുന്നല്ലോ. കണ്ണൂർ CPM പൊട്ടിത്തെറിയുടെ വക്കിൽ നിന്നിരുന്ന ഒരു സമയം. മനു തോമസിനെതിരെ ആകാശ് തില്ലങ്കേരിയൊക്കെ കൊലവിളിയുമായി രംഗത്ത് വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും കൊടിസുനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനു തോമസ് ഒക്കെ ഒന്ന് കരുതിയിരിക്കുക. കാരണം ഈ പി ജയരാജനെയൊക്കെയാണല്ലോ വെല്ലുവിളിച്ചത്. അപ്പോൾ പി ജയരാജൻ പറയുന്നത് കൊടിസുനിക്ക് പരോള് കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ്, അദ്ദേഹത്തിന് മാനുഷിക പരിഗണന വേണം എന്നൊക്കെയാണ്. പി ജയരാജന്റെ വല്ലാത്ത ജാതി കരച്ചിലാണ്. കരഞ്ഞങ്ങ് മെഴുകുകയാണ് കൊടിസുനിക്ക് വേണ്ടിയിട്ട്. പൂവുകളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ച സഖാവാണ് കൊടിസുനി എന്ന് വേണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ പി ജയരാജൻ പറയും. ഇപ്പോൾ തന്നെ കേരളത്തിന് മനസ്സിലായി കാണുമല്ലോ ഈ കൊടിസുനിയെയും കൂട്ടരെയും ഒക്കെ വളർത്തിയത് ആരാണ് എന്നുള്ളത്. ഇവർക്ക് വേണ്ടി കൊല്ലാനും ചാകാനും ഒക്കെ വേണ്ടി പടച്ചുണ്ടാക്കിയ ഒരു കൊലക്കൂട്ടമാണ് ഈ കൊടിസുനി ഉൾപ്പെടെയുള്ള സംഘം. അതുകൊണ്ട് തന്നെ കൊടിസുനിക്കും കൂട്ടർക്കുമൊക്കെ പരോള് കിട്ടി പുറത്തിറങ്ങേണ്ടതും അവരെ പിന്തുണയ്ക്കുന്നതുമൊക്കെ ഇവർ തന്നെയാണ്. കാരണം ഇവർക്ക് ഇനിയും ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതായാലും പി ജയരാജൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇതിന് മലയാളികൾ നല്ല ഒന്നാം തരം പച്ച തെറിയാണ് ആ പോസ്റ്റിന് താഴെ ചെന്ന് നിന്ന് വിളിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് പി ജയരാജൻ പങ്കുവച്ച ആ കുറിപ്പ് ഒന്ന് നോക്കാം. മനുഷ്യാവകാശത്തിന് കൊടിയുടെ നിറം മാനദണ്ഡമാക്കണമെന്നാണ് മനോരമയുടെ ഇന്നത്തെ പുതിയ നിർദ്ദേശം. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മാഹി സ്വദേശി കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 6 വർഷമായി ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിരുന്നില്ല. സുനിയുടെ പേരിൽ ഇടക്കാലത്ത് ചുമത്തിയ കേസുകളായിരുന്നു അതിന് കാരണം. അത്തരമൊരു തീരുമാനം തികച്ചും ശരിയാണ്. എന്നാൽ സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന കാര്യം തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. അത് പരിഗണിച്ചാണ് ജയിൽ മേധാവി 30 ദിവസത്തെ പരോൾ അനുവദിച്ച് ഉത്തരവായത്. ഇത് മനോരമയുടെ ഭാഷയിൽ കൊടികെട്ടിയ മനുഷ്യാവകാശമാണത്രേ. തടവറകളെക്കുറിച്ച് ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നത് അധികാരത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം LDF ആണെന്നതിനാൽ മനോരമ മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ്. ഈ അടിസ്ഥാനത്തിൽ പ്രമാദമായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും ഇത്തരത്തിൽ അവധി അനുവദിച്ചു വരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയ്ക്ക് കൊടിയുടെ നിറം നോക്കാതെ പരോൾ അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടുമുണ്ട്. കോവിഡ് കാലത്ത് ജീവപര്യന്തം ശിക്ഷക്കാരടക്കം എത്രയോ മാസങ്ങൾ പരോളിലായിരുന്നു. കോവിഡിന്റെ ഒരു ഘട്ടത്തിന് ശേഷം തടവുകാരോട് തിരികെ ജയിലിൽ പ്രവേശിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടുവെങ്കിലും സുപ്രീം കോടതിയാണ് മനുഷ്യാവകാശം പരിഗണിച്ച് കാലാവധി നീട്ടി നൽകിയത് എന്നതും അനുഭവമാണ്. കോവിഡ് കാലത്ത് പോലും കൊടിസുനിക്ക് പരോൾ നൽകിയിരുന്നില്ല. 6 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാ അപരാധമാണുള്ളത്? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മനോരമയുടെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാത്തവർക്ക് മനുഷ്യാവകാശം പോലും നൽകരുത് എന്ന വാദം. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ താൻ വിഷം കുടിച്ച് മരിക്കും എന്ന പഴയ മനോരമ പത്രാധിപരുടെ ഭീരുവാദത്തിന്റെ പുതിയ വാദമാണ്. ഇതായിരുന്നു പി ജയരാജൻ കുറിച്ചത്. അതായത് കൊടിസുനിക്ക് പരോൾ കിട്ടിയത് അത് അത്യാവശ്യം തന്നെയായിരുന്നു. 6 വർഷത്തിനിപ്പുറമെങ്കിലും ആ പാവം മനുഷ്യന് പരോൾ കൊടുത്തിരുന്നില്ല എങ്കിൽ അത് വലിയ ഒരു അനീതിയായി മാറിയേനെ. കാരണം അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ് എന്നൊക്കെ അങ്ങ് വെച്ച് അലക്കുകയാണ് ഈ പി ജയരാജനും കൂട്ടരുമൊക്കെ. ഇവർക്ക് കൊടിസുനിയുടെ കാല് നക്കിയേ മതിയാകൂ.
അതിനൊരു കാരണമുണ്ട്. കൊടിസുനി വാ തുറന്നാൽ ഈ പറയുന്ന ജയരാജന്മാരും അതുപോലെ തന്നെ പിണറായിയും ഉൾപ്പെടെ ഇവരുടെ എല്ലാം തല ഉരുളുന്ന രാഷ്ട്രീയം അടപടലം തീരുന്ന പലതും ഈ കൊടിസുനിയുടെ നാവിൻ തുമ്പിലുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കൊടിസുനിയുടെ കാല് നക്കും. അത് ഇവരെയൊക്കെ പ്രീണിപ്പിച്ച് നിർത്തേണ്ടത് ഇവരുടെ ഗതികേടാണ്. എന്തായാലും ഇതിനു മുൻപും കൊടിസുനിക്ക് പരോൾ ലഭിച്ചതിൽ പി ജയരാജന് കൃത്യമായ പങ്കുണ്ട്. അന്ന് ഇതേക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ പി ജയരാജൻ എന്താണ് പറഞ്ഞത്? എനിക്കതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ പി ജയരാജന്റെ നാവിൽ തുമ്പിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നില്ലേ, ഇയാൾക്ക് വേണ്ടി, അതായത് കൊടിസുനിക്ക് വേണ്ടി പരോൾ ലഭിക്കുന്നതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ പോയി കിടക്കുകയൊന്നും അല്ലല്ലോ ഈ കൊടിസുനി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ. അയാൾ ഏറ്റവും ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളാണ്. ഹൈക്കോടതി പോലും കണിശം പറഞ്ഞതാണ് ഈ കൂട്ടർക്ക് പരോൾ അനുവദിക്കരുത് എന്നുള്ളത്. എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം കാറ്റിൽ പറത്തി കൊടിസുനിക്ക് പരോള് ലഭിക്കുന്നതിന് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം വളച്ചൊടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് 30 ദിവസത്തേക്ക് ഇയാൾ പരോളിൽ ഇറങ്ങുന്നത്. അങ്ങനെ വെറുതെ പരോളിൽ ഇറങ്ങുന്നതൊന്നുമല്ല കൊടിസുനി. എന്തൊക്കെയോ ചില നീക്കങ്ങൾ, ഒന്നെങ്കിൽ CPM-കാരുടെ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി. എന്തായാലും ഇനിയിപ്പോൾ കണ്ണൂരിൽ സ്വർണ്ണക്കടത്തിന്റെ പല കഥകളും നമ്മൾക്ക് കേൾക്കേണ്ടി വരും. എന്തായാലും മനു തോമസ് മുൻപ് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, പി ജയരാജനാം മകനുമാണ് സ്വർണം പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരറിയാതെ കണ്ണൂരിൽ ഒരു സ്വർണം പൊട്ടിക്കലും നടക്കില്ല എന്ന്. അതും ഈ കൊടിസുനി ഉൾപ്പെട്ട സ്വർണം പൊട്ടിക്കൽ കഥകൾ കൂടി ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും ആർക്കാണ് കൊടിസുനി പുറത്തേക്ക് ഇറങ്ങേണ്ടത് അത്യാവശ്യം എന്നുള്ളത്. പിന്നെ പി ജയരാജൻ പറഞ്ഞ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. കൊടിസുനി പുറത്തിറങ്ങിയാൽ എന്താണ് എന്നുള്ളത് വിഷയമാണ്. അത് തന്നെയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. കൊടിസുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോൾ കെട്ടടങ്ങുന്നതേയില്ലല്ലോ. സർക്കാർ സ്വാധീനം തന്നെയാണ് ഈ കേസിൽ നിർണായകമായത് എന്ന് നമുക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം. എന്നാൽ കൊടിസുനി പരോളിൽ പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി നടക്കുന്നുണ്ട്. ഇയാൾ തന്നെ പ്രതിയായ, അതായത് കൊടിസുനി തന്നെ പ്രതിയായ ന്യൂ മാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഇപ്പോൾ 1 മാസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ കൊടിസുനി സ്വാധീനിക്കാൻ സാധ്യതയേറെയാണ്. 2010 2 BJP പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസാണ് ന്യൂ മാഹി ഇരട്ടക്കൊലക്കേസ്. കൊടിസുനി 2ാം പ്രതിയായ ഈ കേസിൽ ഈ മാസം 22-നാണ് തലശ്ശേരി കോടതിയിൽ വിചാരണ തുടങ്ങുന്നത്. ഇതിനിടെയാണ് അമ്മയുടെ അപേക്ഷ പരിഗണിച്ച് ജയിൽ വകുപ്പ് അനുവദിച്ച പരോളിൽ കൊടിസുനി കഴിഞ്ഞ ദിവസം തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. TP കേസിൽ ശിക്ഷിച്ച ശേഷവും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു കൊടിസുനി. ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ നടക്കാനിരിക്കുമ്പോൾ ആ ഒരു നിർണായക ഘട്ടത്തിൽ തന്നെ കൊടിസുനി പുറത്തേക്ക് ഇറങ്ങുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ നമുക്ക് തന്നെ തോന്നും. എന്തായാലും കൊടിസുനി ഈ കേസിൽ പലരെയും സ്വാധീനിക്കാൻ സാധ്യതകൾ ഏറെയാണ്. അത് മാത്രമല്ല, പലരെയും ഭീഷണിപ്പെടുത്തി അവരുടെ സാക്ഷിമൊഴികൾ തിരുത്തിക്കാനും ശ്രമം നടക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തൊക്കെയോ കൃത്യമായ ചില കണക്കുകൂട്ടലുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കൊടിസുനി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.